കീരപ്പാറ പഞ്ചായത്തിൽ ഭരണസ്തംഭനവും തമ്മിലടിയുമെന്ന് ആരോപണം. LDF പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. അനിൽകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. UDF ഭരണസമിതിയുടെ തമ്മിലടി മൂലം കീരമ്പാറ പഞ്ചായത്തിൽ ഭരണസ്തംഭനാവസ്ഥയിലെന്ന ആരോപണം. LDF പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് വെള്ളിയാഴ്ച മാർച്ചും ധർണയും നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. അനിൽകുമാർ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ സാങ്കേതികമായി പരിശോധിച്ചാൽ UDFന്റെ മെമ്പർ ജയിച്ചു, ചാക്കോ രാജിവെച്ചു. പകരം മാമച്ചന്റെ നേതൃത്വത്തിലുള്ള ഭരണം വന്നു. അതിനുശേഷം ഇപ്പോ ഗോപിച്ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത്. UDF അങ്ങനെയാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 23 മാസം കഴിഞ്ഞപ്പോഴാണ് ചാക്കോ രാജിവെച്ചത്. 2 കൊല്ലം നമുക്ക് കണക്കാക്കാം. പിന്നെയുള്ള 2 കൊല്ലം, ആദ്യ 2 കൊല്ലം മാമച്ചൻ, പിന്നെ ഗോപി എന്നൊക്കെയാണ് പറഞ്ഞേക്കണേന്നാണ് കേൾക്കണത്. ഇനിയും പ്രസിഡന്റ് മാറുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ല. എന്താണ് UDFനകത്തെ ധാരണ? ഇതൊന്നും അറിയാൻ പാടില്ല. ഇനി കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലും വിഭാഗത്തിനുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അവർ പറയേണ്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഗോപിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് കീരമ്പാറ പഞ്ചായത്തിനകത്ത് നടക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാമച്ചനും ഗോപിയും ഒന്നും വ്യത്യസ്തരല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കീരമ്പാറ പഞ്ചായത്തിനെ സംബന്ധിച്ചും മാമച്ചനും ഗോപിയും ഒന്നും വ്യത്യസ്തരല്ല. കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സുശക്തമായിട്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ നടന്നതെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുള്ള ഈ കാലയളവ്, ഇനിയിപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുമ്പോൾ ആ ഡിസംബർ മാസത്തിന് മുമ്പായി തീരേണ്ട പ്രവർത്തനങ്ങൾ കൃത്യതയോടുകൂടി നടപ്പാക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2020 തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്നെല്ലാം കീരമ്പാറ പഞ്ചായത്തിനകത്ത് ജയിച്ചാൽ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുമ്പോഴാണ് ഭരണം നഷ്ടപ്പെടുന്നത്. സാങ്കേതികമായി ഭരണം നഷ്ടപ്പെട്ടു. ആ ഭരണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് UDFന്റെ ഭരണം അധികാരത്തിൽ വന്നു. അവര് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ ജനങ്ങളോട് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു ഭരണം, ഇങ്ങനെ ഒരു മാർച്ച് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. PR നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. MS ശശി ആമുഖ പ്രഭാഷണം നടത്തി. CPM ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പൈസ്, ഏരിയ കമ്മിറ്റി അംഗം സാബു വർഗീസ്, TA രാജൻ, BC ചാക്കോ, AK കൊച്ചുകുരു, ജിജോ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിലും ധർണയിലും നിരവധി ഇടതു പ്രവർത്തകർ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.